നമസ്കാരം. ഇന്ത്യയും പ്രധാനമന്ത്രിയെയും കുറിച്ച് മാലദ്വീപ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾക്കെതിരായ പ്രതിഷേധം ആളിക്കത്തുകയാണ്. രണ്ടും കൽപ്പിച്ച് ഇന്ത്യ നിൽക്കുമ്പോൾ മുങ്ങിപ്പോകുമോ മാലദ്വീപ് ടൂറിസം? ബഹിഷ്കരണവുമായി ഇന്ത്യൻ സഞ്ചാരികളും താരങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലാകുമോ മാലദ്വീപ്? പ്രവാസി ശബ്ദം ചർച്ച ചെയ്യുന്നു. മാലദ്വീപിന് എന്ത് സംഭവിക്കും? നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി. പ്രതിനിധി രമേശ് ടി.ആർ, കോൺഗ്രസ് പ്രതിനിധി മുനീർ കുമ്പള എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ മുനീർ, വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പ്രവാസ ലോകത്ത് ഏതു തരത്തിലാണ് മാലദ്വീപിന്റെ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തെക്കുറിച്ചുള്ളത്? തീർച്ചയായിട്ടും തന്നെയാണ് ഇത് വളരെ പ്രതിഷേധമർഹിക്കുന്ന ഒരു ഇത് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇത് നമ്മളൊരു ഏതെങ്കിലും ഒരു റൂമിലിരുന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു കമന്റ് പോലെയല്ല. ഒരു രാജ്യം, അത് നമുക്ക് അതിന്റെ ഒരു ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 1965 മാലദ്വീപ് ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് ആ രാജ്യത്തെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത് തന്നെ ഇന്ത്യയാണ്. അതിനുശേഷം തന്നെ നമ്മൾ ചരിത്രത്തിലോട്ട് എടുത്തു പോകുകയാണ്. 1988 ലങ്കൻ തീവ്രവാദികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ തന്നെ ഏറ്റവും ഇന്ത്യയുടെ അടുത്ത് വന്നാണ് അവര് സഹായം അഭ്യർത്ഥിച്ച അന്നത്തെ പ്രധാനമന്ത്രി. 1988 പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഓപ്പറേഷൻ ടാക്ടസ് എന്ന് പറയുന്ന 3 ദിവസം നീണ്ടുന്ന ആ ഇതിൽ കൂടി ആ രാജ്യത്തെ സ്വതന്ത്രമാക്കുകയും അവരെ ആ ഒരു ജനാധിപത്യത്തിന് കീഴിൽ കൊണ്ടുപോയി. അപ്പൊ ഇത്രയും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യം, നമുക്കറിയാം ഇത് ഇന്നോ തുടങ്ങിയതൊരു പ്രശ്നമല്ല. ഇന്നത്തെ ആ ഒരു അവിടെയുള്ള ആ ഒരു അധികാരം വന്നതിന് ശേഷം നമുക്കറിയാം ഇന്ത്യ ഔട്ട് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ അവിടെ പ്രചരണം നടത്തുകയും അവരവിടെ പ്രസിഡന്റ് ആവുകയും ചെയ്തത്. പക്ഷെ എന്ത് തന്നെയായാലും ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇത്രയും നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു കമന്റ് പോലെയോ അങ്ങനെയൊന്നും അല്ല ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് അവിടെയുള്ള മന്ത്രിമാർ ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്തിന്റെ ഇത്രയും ഏറ്റവും ഡിപ്പെൻഡ് ആയിട്ടുള്ള രാജ്യം. നിങ്ങൾക്കറിയാം ഒരു വർഷത്തിൽ 2.5 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് അവിടെ പോകുന്നുണ്ട്. അപ്പൊ ആ രാജ്യത്തിന്റെ ഒരു സമ്പദ്ഘടനയെ വരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തു നിന്നുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇങ്ങനെ ഇത്രയും ഒരു ലൂസ് ടാക്ക് നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പലരും പറയും ചായക്കടയിലുള്ള വർത്തമാനം പോലെ ഒരാൾ വന്നിട്ട് ഒരു അതായത് ട്വിറ്ററിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞ ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം. അത് ഇന്ത്യ ആര് ഭരിക്കട്ടെ, ബി.ജെ.പി. ഭരിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അന്തസ്സാണ്, ഇന്ത്യയുടെ ഇതാണ്. അപ്പൊ അതിനെ ഇത് കോട്ടം തെറ്റുന്ന രീതിയിൽ അത് ഏത് രാജ്യത്തു നിന്നുണ്ടായി കഴിഞ്ഞാലും അത് പ്രവാസികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അത് പ്രതിഷേധം അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രവാസികൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ട്. ശരി, ശ്രീ രമേശ്, ഈ രീതിയിലാണോ ഇങ്ങനെയാണോ പ്രതിഷേധിക്കേണ്ടത് ഇല്ലെങ്കിൽ ബഹിഷ്കരിക്കേണ്ടത്? കുറച്ചുകൂടി പക്വതയോടെയുള്ള പ്രതിഷേധവും ബഹിഷ്കരണവും ഒക്കെയല്ലേ വിഷയത്തിൽ വേണ്ടത്? അല്ല, ഇത് ജനങ്ങളുടെ ഒരു വികാരമുണ്ടല്ലോ, ആ വികാരമാണ് ഇപ്പൊ അദ്ദേഹം പ്രകടിപ്പിച്ചത്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ പൊളിറ്റിക്സിൽ ചിലപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലോ അല്ലെങ്കിൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലോ മറ്റുള്ള കക്ഷികൾ തമ്മിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും അധിക്ഷേപിച്ചാൽ അത് ഏത് ഭരണകൂടമായാലും ഏത് പാർട്ടി ഭരിച്ചാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈസി മൈ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ഓൺലൈൻ വെബ്സൈറ്റ്. അവരുടെ ബുക്കിംഗ് നിർത്തി കഴിഞ്ഞ സമയത്ത് ഇന്ന് അവരുടെ ഓഹരി കുതിച്ചുയരുകയാണ് ചെയ്തത്. അത് കാണിക്കുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ് എത്തരത്തിലാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഇതിൽ പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. പിന്നെ 3 മന്ത്രിമാരാണ് ഇപ്പോ വെറുതെ ഒരു പ്രതിഷേധമല്ല ഉണ്ടായത്. 3 മന്ത്രിമാരാണ് ഇത്തരത്തില് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കമന്റ്സ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, അത് ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ്. ലക്ഷദ്വീപിനെ നമ്മൾ വെറുതെ ഒരു മറ്റൊരു രാജ്യം എന്നുള്ള രീതിയിലല്ല കാണുന്നത്, മറിച്ച് ഒരു മർമ്മപ്രധാനമായിട്ടുള്ള സംഭവം. ചൈനയുടെ ഇടപെടലുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഇത് വന്നത്. പക്ഷെ അവരുടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിന്റെ ഭരണാധികാരികൾക്ക് ഉണ്ടാവാവുന്ന ഡാമേജ് ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കാണെന്ന് മനസ്സിലാവുകയും ഉടൻ തന്നെ ഈ 3 മന്ത്രിമാരുടെയും പണി പോവുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ മാത്രമല്ല, ഇന്നിപ്പോ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഞങ്ങൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിനുപരി, കാര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് മറ്റുള്ള എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും
ഭാരതം ഭരിക്കുന്നത് ആരായാലും, അത് ഇപ്പൊ കോൺഗ്രസ്സുകാരായ നാളെ ഇപ്പൊ കോൺഗ്രസ് വരാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ പിന്നീട് BJP തുടരാം, ഇതൊന്നും നമ്മുടെ ഇന്റേണൽ സബ്ജക്ട് ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിനെ പറ്റി, അതും എന്തിനു വേണ്ടിയിട്ടാണ്? ലക്ഷദ്വീപ് എന്ന് പറയുന്ന എത്തരത്തിലാണോ നമുക്ക് ഇപ്പൊ നമുക്കറിയാം, കാശ്മീരില് കഴിഞ്ഞ 500 ടൈംസ് ആണ് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ടൂറിസം വികസിച്ചത്. കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ഇതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ മുന്നിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലക്ഷദ്വീപിനെയും കൂടി ആ തരത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യൻ ഗവൺമെന്റ്. ആര് ഭരിച്ചോട്ടെ, ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ അത്തരത്തിലൊരു നമ്മൾ പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപിൽ പോയി അതിനെ ഒരു വലിയൊരു അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കാണിച്ചു തന്നതാണ്. അതിന് മറ്റുള്ള ഒരു രാജ്യം അതിനിടപെടുകയോ നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ ഭാരതം ഒറ്റക്കെട്ടായി, ഇന്ത്യ ഒറ്റക്കെട്ടായി അതിനോട് പ്രതികരിക്കും. അതാണ് ഇന്ന് കണ്ടത്. ഡിപ്ലോമസി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ആർക്കും കൊടുത്തിട്ടില്ല നമ്മള്. ചൈനയുടെ ഇടപെടലുകളും മറ്റുള്ളതും ഇതിലുണ്ട് എന്നുള്ള വസ്തുത ഞാൻ നിരസിക്കുന്നില്ല. പക്ഷെ ലക്ഷദ്വീപ് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് പെരുമാറണമായിരുന്നു. കാര്യം നഷ്ടം വരുന്നത് ലക്ഷദ്വീപിനാണ്, ഭാരതത്തിനല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു റെസ്പോൺസിബിൾ ആയി പെരുമാറിയെന്ന്. പക്ഷേ ഇപ്പം 3-ഓ അതിലധികമോ ഇല്ലെങ്കിൽ ഒരാളാണെങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ച് റെസ്പോൺസിബിൾ പ്രതികരണമായിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ പ്രതിഷേധമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ടുള്ള ഒരു മറുപടിയോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും അല്ലേ വേണ്ടത്? മറ്റൊരു രാജ്യത്തെ തകർക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ടൂറിസം ബ്ലോക്ക് ചെയ്യുക പോലെയുള്ള പ്രവൃത്തികളിലേക്ക് കടക്കുന്നത് അത് ഇന്ത്യക്ക് തന്നെ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ അപമാനകരമായി തീരില്ലേ? അതെങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായില്ല. തന്നെ പറഞ്ഞ സിദ്ധാന്തം എനിക്ക് മനസ്സിലായില്ല. കാരണം നോക്കൂ, നമ്മൾ വെറുതെ ആരെങ്കിലും ഒരാളല്ല ഇത് പറയുന്നത്, 3 മന്ത്രിമാരാണ്. അതും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് വരുന്നത്. ഭാരതമോ അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധാരണ പാർട്ടിയുടെയോ പ്രമുഖ നേതാക്കളോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. നമ്മൾ വളരെ മാന്യമായ രീതിയിലാണ്, നമുക്ക് ഇത്തരത്തിലാണോ ഡിപ്ലോമാറ്റിക് വേയിൽ അവരോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അത്തരത്തിൽ മാത്രമാണ് ഭാരതം. പിന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അടിച്ചമർത്താൻ സാധിക്കില്ലല്ലോ. കാര്യം പൊതുജനം നമ്മുടെ ഭാരതം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു വികാരമായി കാണുന്ന ആളുകളാണ്. അപ്പൊ അവർ ആ വികാരത്തിൽ. പക്ഷെ ഈ ഭാരതത്തിന്റെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും വളരെ പക്വതയോടുകൂടി തന്നെയാണ് സമീപിച്ചത്. പിന്നെ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. അത് മറ്റൊരു കൺട്രി അതിന്റെ ഇടപെട്ട കാര്യമില്ല. മാത്രമല്ല മാലദ്വീപിന് അദ്ദേഹം പറഞ്ഞു, അത് 2.5 ലക്ഷത്തിലും കൂടുതൽ ആളുകൾ ടൂറിസം, എത്രയോ പൈസ അവർക്ക് നമ്മൾ കടം കൊടുത്തിരിക്കുന്നു. അങ്ങനെയല്ല, മാലദ്വീപിനെ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ. അതെ, നമുക്ക് സുനാമിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ നേരത്തെ ശ്രീ മുനീർ സൂചിപ്പിച്ചതുപോലെയുള്ള സഹായങ്ങളെ കുറിച്ച്, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. താങ്കളിലേക്ക് വരാം. ശ്രീ മുനീർ, ഇവിടെ പ്രതിപക്ഷം ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നടത്തുന്നത് രാജ്യസ്നേഹം കൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള സിനിമാ താരങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ഇത് ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എന്തോ കാര്യമുണ്ട്. വളരെ സാധാരണക്കാരനായ ആൾ പോലും അത് ബോയ്ക്കോട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ ഏത് തരത്തിലായിരിക്കും ഭരണപക്ഷം ഉപയോഗിക്കുക എന്നാണ് കോൺഗ്രസുകാരൻ എന്നുള്ള നിലയിൽ താങ്കൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? അതാണ് വിപിന ഞാൻ പറഞ്ഞത്. അതില് ഹലോ പറഞ്ഞോളൂ. മുനീറിലേക്ക് തിരിച്ചു വരാം. ശ്രീ രമേശ്, അത് ഇവിടെ ഇപ്പോൾ ഇത്രയും ചർച്ചകൾ നടക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയധികം ആളുകൾ ഇതിൽ വലിയ ക്യാമ്പയിൻ, എക്സിലൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഹാഷ്ടാഗ് പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ വിഭാഗം ഇതിനെതിരായി നിൽക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യം എങ്ങനെ ഉപയോഗിക്കാനാണ്, ഇല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിൽ, ഇതിപ്പം കാലാകാലങ്ങളായിട്ട് ഒരു രാജ്യത്തോട് ചെയ്യാൻ സാധിക്കാത്ത, ഇല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള സാധ്യത താങ്കൾ ഇതിൽ കാണുന്നുണ്ടോ? ഇത് പരിഹരിക്കേണ്ടതല്ലേ? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, കാനഡയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇന്ത്യ എത്തരത്തിലാണ് ഡിപ്ലോമാറ്റിക്കലി പ്രതികരിച്ചത്? വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും കാനഡയ്ക്ക് അവസാനം ഇന്ത്യയുടെ മുന്നിൽ തലകുനിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് 5 ലോകശക്തികളിൽ ഒന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കാതിരുന്നുകൂടാ. പിന്നെ താങ്കൾ ചോദിച്ച പൊളിറ്റിക്കൽ ചോദ്യം, പൊളിറ്റിക്കലായിട്ട് നമ്മൾ അതിനെ കണക്കാക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം രാജ്യത്തിന്റെ ഒരു പ്രശ്നമാണിത്. അല്ലാതെ BJP അതിനോ എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ
കോൺഗ്രസ് എങ്ങനെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു കോൺഗ്രസ് ഒരു അന്തർദേശീയ പ്രശ്നത്തെ സമീപിക്കുന്ന സമയത്ത് അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഒന്നും ഇല്ല നമുക്ക്. ആ സമയത്ത് നമ്മുടെ രാജ്യം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, രാജ്യമാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്. കാര്യം ഭരണപക്ഷത്തിലെ ആളുകൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു, പ്രതിപക്ഷത്തിന് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ പ്രതികരണങ്ങളെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഡിപ്ലോമസിയിലാണ് അവർ പ്രതികരിച്ചത്. പക്ഷെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കോ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിനെ അധിക്ഷേപിക്കുന്നതായി കണ്ടാൽ അവരുടെ വികാരം. ഇതിൽ ചൈനയുടെ കളികളെ താങ്കൾ ഇപ്പം ബന്ധം വലിയ രീതിയിൽ ഇന്ത്യ മാലദ്വീപ് ബന്ധം വലിയ രീതിയിൽ ഉലയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നയതന്ത്ര വിഷയങ്ങളിൽ ഉൾപ്പെടെ വലിയ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ചൈനയുടെ തന്ത്രമായിട്ട് താങ്കൾ കാണുന്നത് എന്താണ്? അല്ല, ഒരു പരിധിവരെ നമുക്ക് കാണേണ്ടതായിരിക്കുന്നു. കാര്യം നമുക്കറിയാം അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഏത് തരത്തിലാണ് അവിടെ ചൈന ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോ അതിന്റെയൊക്കെ ഒരു ഭാഗമായി വരും. പക്ഷെ അവിടുത്തെ ഭരണാധികാരി കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ ഇടപെടലുകൾ ചൈനയുടെ ഉണ്ടായാൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാര്യം അവർക്ക് ഉദാഹരണങ്ങളുണ്ട്. ശ്രീലങ്ക തകർന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാം, ഈ പാകിസ്ഥാൻ തകർന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയെ വെറുപ്പിക്കാത്ത രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ അവിടുത്തെ ചില ആളുകള് തീവ്രവാദപരമായ രീതിയിൽ ദേശീയതയിലേക്ക് പോകുന്ന ആളുകള് അവരാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നില്. അപ്പൊ ആ പ്രസ്താവന നടത്തിയുടെ മാലദ്വീപ് തള്ളിപ്പറയുകയുണ്ടായി. അത് മാത്രമല്ല അവിടുത്തെ ഭരണകൂടം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുകയുണ്ടായി ഞങ്ങൾക്കെതിരെ യാതൊരു പങ്കുമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും അവിടുത്തെ 3 മന്ത്രിമാരാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞുവെങ്കിൽ നമുക്ക് കാര്യം പറയാം. അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു ക്യാമ്പയിനാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ില്ല. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തിനെയും അധിക്ഷേപിക്കുക എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതായത് ലക്ഷദ്വീപ് എന്നുള്ളൊരു സ്ഥലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ഇരിക്കുന്ന ഫോട്ടോകളും അവിടുത്തെ മറ്റുള്ള സ്കൂബ ഡേ പോലെയുള്ള മറ്റുള്ള കാര്യങ്ങളും പൊതുസമൂഹത്തിൽ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ മന്ത്രിമാർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. കാരണം ലക്ഷദ്വീപിനെ നമ്മൾ പരിപോഷിപ്പിക്കാൻ പാടില്ല എന്ന് മറ്റൊരു കൺട്രി പറയാനായിട്ടുള്ള അവകാശം അവർക്കില്ല. ശരി, ശ്രീ മുനീർ, ഇവിടെ ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് BJP ഏത് തരത്തിലായിരിക്കും ഈ ഒരു ബോയ്ക്കോട്ടിനെ ഇല്ലെങ്കിൽ മാൽദ്വീപ്സിന്റെ ഈ ഒരു പരാമർശത്തെ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്? ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ തന്നെ ഞാൻ പറയട്ടെ. കാരണം ഇത് വേറൊരു വിഷയം തന്നെ. ഇപ്പോ സഹോദരനെ പറഞ്ഞ പോലെ തന്നെ ഒരു 3 മന്ത്രി ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്ത് പറയുക ഈ ഒരു കാര്യങ്ങൾ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ വേറൊരു വിഷയമുണ്ട് ധന്യ. നമുക്കറിയാലോ ഒരു കീഴ്വഴക്കമുണ്ട്. മാലദ്വീപിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യം അവരെത്തുക ഒരു ചടങ്ങ് ഇന്ത്യയിലാണ്. ഇപ്രാവശ്യം അത് മാറിക്കൊണ്ട് അവര് തുർക്കിയിൽ പോകുന്നു, അതിനുശേഷം ചൈനയിലോട്ടാണ് അവർ സന്ദർശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. നമുക്കറിയാം ഇന്ത്യയോട് കുറച്ചെന്തെങ്കിലും അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്ന് ചൈനയുടെ വലിയൊരു ആഗ്രഹങ്ങളായിട്ട് പല കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശ്രീലങ്കയിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സെയിം ടാറ്റിക്സ് തന്നെ ചൈന ഇതിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഞാൻ പറയട്ടെ, ഞാൻ കണ്ടത് വെച്ചാൽ യുവാക്കളാണ് ഈ ഒരു മന്ത്രിമാരൊക്കെ, 2 സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പുരുഷനും. ഇവരൊക്കെ ഒരു യുവാക്കളാണ്. ഇവർക്ക് ഒരിക്കൽ തോന്നിയിട്ടുണ്ടാവാം ലക്ഷദ്വീപ് പോലുള്ള ഒരു, കാരണം ഈ മാലദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലം പൂർണ്ണമായിട്ടും ഒരു ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോ നമുക്ക് കേരളത്തിന്റെ 100-ൽ 1 അത് വരുന്നുള്ളൂ. നമ്മൾ എടുത്ത് 1200 ദ്വീപ് ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ആ 100-ൽ 1 ഭാഗമേ അത് വരുന്നുള്ളൂ. അപ്പൊ അത്രയുള്ള ഒരു ഇത് വേറൊരു രാജ്യത്ത് നമുക്ക് 100 കരാർ ഇന്ത്യയും മാലദ്വീപും ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഇത് ഡിപ്പെൻഡായിട്ട് നിൽക്കുമ്പോൾ 16%, അതായത് വരുന്ന വിനോദസഞ്ചാരികളെ 16% വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. അപ്പൊ ഇത്രയൊക്കെ പക്വമായിട്ട് പ്രതികരിക്കുകയും ഇങ്ങനെയും ചെയ്യേണ്ടതാണ്. ശരി, ഇപ്പൊ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്നില്ല. പക്ഷേ COP28 അവിടെ പ്രധാനമന്ത്രിയുമായിട്ട് മാലദ്വീപ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എവിടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മാലദ്വീപ് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചൈനയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത്ര ആശങ്ക ഉണ്ടാക്കുന്നത്? അല്ല, ഇന്ത്യക്ക് അതൊന്നും മാലദ്വീപിന്റെ ഒരു വിഷയത്തിലൊന്നും ഒരു ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കറിയാം ഇപ്പൊ മാലദ്വീപിന് തന്നെ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞത് എന്താണ്? അവർക്ക് ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ട്.
ഇവർ ചെയ്യുന്ന ഈ നടപടിയിൽ അവർ കടുത്ത പ്രതിഷേധം ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ ഒരു ചെറിയ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ചൈനയെ മുട്ടി നോക്കി നമ്മുടെ കാര്യങ്ങൾ നടത്താമെന്ന് മാലദ്വീപ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഭാവിയിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ രമേശ്, ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു രാജ്യസ്നേഹം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് രാജ്യത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, അതിനെതിരായുള്ള പ്രതിഷേധം എന്നൊക്കെയുള്ള ഒരു സ്വാഭാവിക സാധാരണ കാര്യത്തിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇതിനെ വലിയ മതവിദ്വേഷമായി കാണുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ പ്രതിഷേധിക്കേണ്ട, ഇല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട, ഇല്ലെങ്കിൽ അവരെ ഒഴിവാക്കി മാറ്റി നിർത്തേണ്ട കാര്യം ഇവിടെയുണ്ടോ? മതവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അല്ല, ഇതിൽ മതവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. കാരണം ഞാനിത് തുടക്കത്തിലേ പറഞ്ഞുള്ളൂ, ഇതൊരു ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഇഷ്യൂ ആണ്. ഇപ്പൊ എന്റെ സംസാരിച്ച പ്രിയ സുഹൃത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ ഒന്നോ രണ്ടോ പേര് അത്തരത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതല ഞങ്ങൾക്ക് ആർക്കുമില്ല, പൊതുപ്രവർത്തകർക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിനൊരു മതപരമായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. താങ്കളുടെ ചോദ്യം തന്നെ കഴിഞ്ഞ ചോദ്യം ഇത്തരത്തിലായിരുന്നു. ഏതെങ്കിലും രീതിയിൽ BJP-യിലേക്കോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഇതിനെ മാറ്റാൻ പറ്റുന്നോ എന്നുള്ള ഒരു ശ്രമം തന്നെ നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതുവായിട്ട് സാധാരണ ആളുകൾ, ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, മറ്റു മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പം എല്ലായിടങ്ങളിലും വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണ്ടേ? അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഇത് കേൾക്കൂ തന്നെയാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഞാൻ പറഞ്ഞുള്ളൂ, ഒരു ഇന്റേണൽ സബ്ജക്ട് ഉണ്ട്. ഇന്റേണൽ സബ്ജക്ട് നമ്മൾ സംസാരിക്കുന്നതുമായി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരു രാജ്യത്തിനുള്ളിലുള്ള രാഷ്ട്രീയം പറയുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാം. നിങ്ങളെപ്പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചാനൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് താങ്കൾ ഉന്നയിച്ചത്. ഒന്ന് മതപരമായ വിദ്വേഷം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ നമ്മുടേതായ രീതിയിലുള്ള ഫ്രണ്ട്സോ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത് താങ്കൾ ചോദിച്ചു ഇത് മാലദ്വീപ്സിനെ ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം ഇത് മാലദ്വീപ്സിന്റെ ചാനലല്ലോ ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെയും ഭാഗമായിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ചാനലിന്റെ അഭിപ്രായമോ എന്റെ വ്യക്തിപരമായ അഭിപ്രായമോ അല്ല, പൊതുവെ ഉയരുന്ന ചോദ്യങ്ങൾ, പൊതുവെ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് അത് അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. താങ്കൾ രണ്ടാമത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. കാരണം ഇതൊരു രാജ്യത്തിന്റെ വിഷയമാണ്. ആ രാജ്യത്തിനെ ഏത് രാജ്യത്തിന്റെയും പരമാധികാരത്തിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യം മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാർ മുന്നോട്ട് വന്നാൽ തീർച്ചയായും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധം വെറും ഒരു പ്രതിഷേധമല്ല, ഇത് നഷ്ടം സംഭവിക്കുന്നത് മുഴുവൻ മാലദ്വീപ്സിനാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പിന്നെ ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്നതിന്റെ ഒരു പ്രധാന വസ്തുത ഞാൻ പറഞ്ഞു. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം മാലദ്വീപ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുമായിട്ടുള്ള പല കാര്യങ്ങളിലും അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എല്ലാം സ്ഥാപിക്കേണ്ടത്, അവരുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്. പക്ഷെ ശ്രീലങ്ക അവർ തകർക്കുകയും ചെയ്തു, പാകിസ്ഥാനും തകർന്നുപോയി, ബംഗ്ലാദേശ് ഇന്ത്യയുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ അവസരത്തിൽ മാലദ്വീപിനെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിലാണ് ചൈന മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അതിന്റെ ഭാഗമായിട്ട് അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചുള്ളത്, 3 മന്ത്രിമാർ ബാക്ക് ടു ബാക്ക് ഇത്തരത്തിലൊരു അധിക്ഷേപം നടത്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. ഒരു രാജ്യം ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അതിന്റെ അവിടുത്തെ പ്രതിപക്ഷം, ഭാരതത്തിൽ മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷം, മാലദ്വീപ്സിന്റെ പ്രതിപക്ഷം എത്ര ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അത് നമ്മൾ കാണാതിരിക്കുക. മാലദ്വീപ്സിലെ മുൻ പ്രസിഡന്റ് എത്ര ശക്തമായി പ്രതികരിച്ചിരുന്നു, മുൻ മന്ത്രിമാർ എത്ര ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. അതേപോലെ അവിടെ ഭരിക്കുന്നവർക്ക് ഒരു പരിധി കമന്റ് പറയാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നാളെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ നമ്മുടെ രാജ്യത്തിന്റെയോ കാര്യങ്ങളെ പറ്റി, ആഭ്യന്തര കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയോ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആര് പറഞ്ഞാലും അതിശക്തമായ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തോടുകൂടി ലോക സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. ശരി, ശ്രീ മുനീർ കുമ്പള, ഇവിടെ ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തത്, ഇല്ലെങ്കിൽ മാലദ്വീപ് ചൈന എടുക്കട്ടെ, ലക്ഷദ്വീപിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ വികസിപ്പിക്കാം എന്നൊരു ഉദ്ദേശത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ടോ? അതായത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ലക്ഷദ്വീപിനെ വലിയ രീതിയിൽ ഉയർത്താനുള്ള പണികൾ
ഇന്ത്യ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? അത് എത്രത്തോളം ഗുണം ചെയ്യും? ഇപ്പോൾ അവിടുത്തെ നേരത്തെ നടപടി നേരിട്ടിരുന്ന MP പോലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അതെ, അത് ഇത് ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നാൽ അപ്പൊ തന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി വ്യക്തമാക്കാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രി ഇത് മാലദ്വീപിലെയോ UAE-ലെയോ വേറൊരു രാജ്യത്തിലെ ഒരു ഭരണാധികാരിയെ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഖത്തർ ഭരണാധികാരിയോ സൗദിയോ വേറെ ആരെയും, അന്നേരവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഒരു രാജ്യത്തിന്റെ ഇതിന് കയറിയിട്ട് ആര് പറയുന്നു അതിനൊരിക്കലും നമുക്ക് ഏതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും രണ്ട് മതം, ചിലപ്പോൾ അവിടെ മുസ്ലിം ആയിരിക്കാം, ഇവിടെ ഹിന്ദുക്കൾ കൂടുതലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇതൊരു രണ്ട് രാജ്യങ്ങൾ ഡിപ്ലോമസിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിന് ഏറ്റവും റെസ്പോൺസിബിൾ ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ മന്ത്രിമാര്, ഇവിടുത്തെ യുവജനക്ഷേമ മന്ത്രിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്ത് സന്ദേശമാണ് ഇത് മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദ്യത്തിലേക്ക് വരാം. ഇത് ഇപ്പൊ ലക്ഷദ്വീപിലെ പല പ്രശ്നങ്ങളും ഉണ്ട്. അവിടെ പല വിയോജിപ്പും ഇപ്പൊ മോദി സർക്കാരിന്റെ കാലത്ത് എടുത്ത കുറെ ഇതിൽ നമുക്ക് വിയോജിപ്പുണ്ട്, അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ടൂറിസത്തിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആ രാജ്യത്തിന് ലക്ഷദ്വീപിന് വേണ്ടി ഗുണകരമാകുന്ന എന്തെങ്കിലും വിധത്തിൽ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനുവേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ യാതൊരു എതിരഭിപ്രായം എനിക്കിതില്ല. ലക്ഷദ്വീപ് മാത്രമല്ല, ഏതൊരു സംസ്ഥാനത്തിന്റെയും ഭൂരിപക്ഷമായിട്ട് നമുക്ക് പല എതിർപ്പുകളും ഉണ്ടാവാം. അതിൽ നമുക്ക് വേറെ പല നയങ്ങളിലും എതിർപ്പുണ്ടാവാം. പക്ഷെ പൊതുവായ കാര്യങ്ങളിൽ അതിൽ ഒരു എന്താ പറയാ, അതിന്റെ ഒരു വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യണം. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്കറിയില്ല ഏതൊക്കെ രീതിയിൽ മോദി സർക്കാർ അതിനെ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് അറിയില്ല. ഞാനിപ്പോൾ അത് കണ്ട് ഇപ്പോൾ വെച്ചാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, ആ ഒരു 2 വീഡിയോസ് കണ്ടിട്ട് 4 പേര് ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപിന് ഗുണം ചെയ്യുന്ന കാര്യമല്ലേ? അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ആ ഒരു വിഷയത്തിൽ. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ശ്രീ രമേശ്? ഇത് നേട്ടം ലക്ഷദ്വീപിനാകുമോ? എങ്ങനെയായിരിക്കും ഇന്ത്യ ഇനിയുള്ള നീക്കങ്ങൾ നടത്തുക? അല്ല, ഇതിൽ രണ്ടുമൂന്ന്, ലക്ഷദ്വീപിന് മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണം. ഈ ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസത്തിന്റെ ആളുകളെല്ലാം പോകുന്ന ഒരു സ്ഥലം കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയാണ് ഇതിന്റെ ഒരു ഹബ്ബ്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ലക്ഷദ്വീപ് ടൂറിസം എത്തരത്തിൽ പുരോഗമിക്കുന്നുവോ അത്തരത്തിൽ കൊച്ചിയെയും അത് നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. വിദേശ സഞ്ചാരികളായി നേരിട്ട് ലക്ഷദ്വീപിലേക്കല്ല, കൊച്ചി ത്രൂ ആണ് എല്ലാ ടൂറിസം പാക്കേജസും ഉള്ളത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിനെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്കും പൈസ വരുന്ന ഒരു സംഗതിയാണ് ലക്ഷദ്വീപ് ടൂറിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ലക്ഷദ്വീപിന്റെ ഇപ്പോ അവിടുത്തെ എയർപോർട്ട് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു, ഓൾറെഡി നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഇപ്പോ ടാറ്റ 2 5 സ്റ്റാർ ഹോട്ടലുകൾ അവിടെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തില് ഒരുപാട് വികസന പദ്ധതികളാണ് ഇപ്പോ ഈ ഭാരതത്തിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ അവിടേക്ക് വരുന്നത് ഈ ഒരു പ്രശ്നത്തോടുകൂടി. അപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടാനായിട്ടുള്ള സാധ്യത വൻ സാധ്യത തുറന്നിടുകയാണ്. അതേപോലെ ലക്ഷദ്വീപിന്റെ ടൂറിസം നമുക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക്, കാരണം ലക്ഷദ്വീപ് വളരെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. ടൂറിസം മേഖല നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ടൂറിസം, ഞാൻ അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കാശ്മീരിലെ 500 മടങ്ങാണ് നമ്മുടെ പ്രാദേശിക ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചത്, വിദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ, വൻ ആളുകളാണ് ഇപ്പൊ ആൻഡമാൻ നിക്കോബാറിലേക്ക് പോയിരിക്കുന്നത്. അവിടെ എയർപോർട്ടൊക്കെ നവീകരിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ലക്ഷദ്വീപ് മാലിദ്വീപ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷദ്വീപിനെ വികസിപ്പിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. അതിന്റെ ഭാഗമായി കൂടിയിട്ടാണ് ലക്ഷദ്വീപിലേക്ക് പ്രധാനമന്ത്രി ഒരു യാത്ര നടത്തിയത്. അത് അദ്ദേഹം അവിടെ ലോകത്തിന് മുമ്പിൽ എന്താണ് ലക്ഷദ്വീപ്, ആ ലക്ഷദ്വീപ് എങ്ങനെയാണോ അവിടുത്തെ വെള്ളം, മാലിദ്വീപ്സിലെ വെള്ളം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ലക്ഷദ്വീപിലെയും വെള്ളം. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും, അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരനായ ശ്രീ നരേന്ദ്രമോദി അത് പൊതു സമൂഹത്തിൽ വെക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ലക്ഷദ്വീപിനെ ഏതെല്ലാം തരത്തില് അത് പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് അടുത്ത് വന്നിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം അതിനെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ വികസനമാണ് ഒന്നാമത്തെ കാര്യം, അതിനുശേഷമാണ് നമ്മുടെ രാഷ്ട്രീയം, അതിനുശേഷമാണ് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എന്നുള്ളതാണ് ഏത് അർത്ഥത്തിൽ വന്നാലും. ഞാൻ പരിപൂർണമായി എന്റെ കോൺഗ്രസ് സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാര്യം
എത്തരത്തിലാണ് ഒരു പ്രതിപക്ഷം ഈ സമയത്ത് പ്രതികരിക്കേണ്ടത്? അതിന്റെ എല്ലാ അർത്ഥത്തിലും അവർ പ്രതികരിച്ചു എന്നുള്ളത് ഈ സമയത്ത് ശ്ലാഘനീയമായി പറയേണ്ടതാണ്. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം, ഇവിടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന, അതായത് പ്രാദേശിക രാഷ്ട്രീയമല്ല, മറിച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളെയും സംരക്ഷിക്കപ്പെടേണ്ടതും അവരെ കാര്യങ്ങളെ പറ്റി പറയേണ്ടതും ഇവിടുത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണ്. ആ കടമയാണ് ഇന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഒരു ആർക്കും അഭിമാനത്തോടുകൂടി പറയാം. ശരി, ശ്രീ മുനീർ, താങ്കൾ വരും ദിവസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ വിഷയത്തിൽ? അല്ല, ഈ വിഷയങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു അവരുടെ ഭാഗത്തു നിന്ന്, അതായത് മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേൺ ആയിട്ടുള്ള അപ്പോളജി ഈ ഭാഗത്ത് വേണം. ഇത് ഇങ്ങനെ പറ്റിയിട്ട് അവരെ ഇതാക്കിയുണ്ട്. ഇന്ത്യ എന്ന രാഷ്ട്രത്തോട്, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പ്രൈം മിനിസ്റ്ററെ അപമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിനുള്ള ഒരു അപ്പോളജി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അവർ മനസ്സിലാക്കണം ഇന്ത്യയും ഇടയും മാലദ്വീപുമായിട്ടുള്ള ഏതൊക്കെ തരത്തിൽ നമ്മൾ ഈ സഹായിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ കുറെ ലിബറേഷൻ, ഇപ്പൊ ബംഗ്ലാദേശ് ലിബറേഷൻ ആയാലും ഈ മാലദ്വീപ് ലിബറേഷൻ ആയാലും ഇന്ത്യ തന്നെയാണ് സ്റ്റാൻഡ് എടുത്തില്ല. അന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് കീഴ്പ്പെടുത്താം, അതിനുള്ള സൗകര്യമുണ്ട്, ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാം. അതിനൊന്നും ഇന്ത്യ നിന്നിട്ടില്ല ഒരിക്കലും. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യവുമല്ല ഇന്ത്യ. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്നും സ്റ്റേൺ ആയിട്ടുള്ള ഒരു അപ്പോളജി ഈ ഭാഗത്തുണ്ടാകണം. എന്നിട്ട് ഇതൊരു രമ്യമായിട്ട് ഇത് പരിഹരിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ശരി, അങ്ങനെ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ രമേശ് TR. മുനീർ കുമ്പള ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.